നമസ്കാരം. യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎക്കെതിരെ രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിന്റെ വിവരങ്ങൾ പുറത്ത്. സാമൂഹിക മാധ്യമങ്ങളിലൂടെ പെൺകുട്ടികളെ നിരന്തരം ശല്യം ചെയ്യുക, ഗർഭചിത്രത്തിന് നിർബന്ധിച്ച് സന്ദേശം അയക്കുക, ഫോണിലൂടെ ഭീഷണിപ്പെടുത്തുക എന്നീ കുറ്റങ്ങളാണ് രാഹുലിനെതിരെ ക്രൈംബ്രാഞ്ച് ചുമത്തിയിരിക്കുന്നത്. തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് ക്രൈംബ്രാഞ്ച് എഫ്ഐആർ സമർപ്പിച്ചത്. അതേസമയം പരാതി നൽകിയിട്ടുള്ള 5 പേരും കേസിലെ മൂന്നാം കക്ഷികളാണ്. ഇവർക്ക് കേസിൽ നേരിട്ട് ബന്ധമില്ല. സംസ്ഥാന പോലീസ് മേധാവിക്ക് ലഭിച്ച പരാതികളുടെ അടിസ്ഥാനത്തിലാണ് കുറ്റം ചുമത്തി കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതും എഫ്ഐആറിൽ പറയുന്നത്. BNS 78(2), 351, പോലീസ് ആക്ട് 120 എന്നീ വകുപ്പുകളാണ് രാഹുലിനെതിരെ എഫ്ഐആറിൽ ചുമത്തിയിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉന്നയിച്ച യുവതി ഗർഭഛിദ്രം നടത്തിയത് ബംഗളൂരുവിലെ ആശുപത്രിയിൽ വെച്ചാണെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ. ഈ ആശുപത്രിയിൽ നിന്നടക്കം ക്രൈംബ്രാഞ്ച് വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. ഗർഭചിത്രം നടത്തിയെന്ന് ആരോപണം ഉന്നയിച്ച യുവതിയുടെ അടക്കം മൊഴി രേഖപ്പെടുത്താനും ക്രൈംബ്രാഞ്ച് നീക്കം നടത്തുന്നുണ്ട്. ഇതുവരെ ആരോപണം ഉന്നയിച്ച സ്ത്രീകൾ ആരും നേരിട്ട് പരാതിയുമായി മുന്നോട്ട് വന്നിട്ടില്ല. പരാതിക്കാർ ഇരയെക്കുറിച്ച് തെളിവുകളോ കൈമാറിയാൽ അവരുടെ മൊഴിയെടുക്കും. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ ഫേസ്ബുക്ക് പോസ്റ്റിട്ട മാധ്യമപ്രവർത്തകരുടെയും മൊഴി രേഖപ്പെടുത്തുമെന്ന് ക്രൈംബ്രാഞ്ച് അറിയിച്ചിരുന്നു. അതിനിടെ സംഭവത്തിൽ യുവതിയെ ഗർഭചിത്രത്തിന് വിധേയമാക്കിയെന്ന് കരുതപ്പെടുന്ന ബംഗളൂരുവിലെ ആശുപത്രിയിൽ നിന്നടക്കം ക്രൈംബ്രാഞ്ച് വിവരങ്ങൾ ശേഖരിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉന്നയിച്ച യുവതി ഗർഭചിത്രം നടത്തിയത് ബംഗളൂരുവിലെ ആശുപത്രിയിൽ വെച്ചാണെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ. 2 യുവതികൾ ഗർഭചിത്രത്തിന് വിധേയരായിട്ടുണ്ടെന്നുള്ള വിവരം ക്രൈംബ്രാഞ്ചിന് ലഭിച്ചതായുള്ള സൂചനയും പുറത്തുവന്നിരുന്നു. ആദ്യം ഗർഭചിത്രത്തിന് ഇരയായ യുവതിയും ബന്ധുവും രണ്ടാമത്തെ യുവതിയെ ഗർഭചിത്രം നടത്തുന്നതിന് സഹായിച്ചെന്ന വിവരവും ഉദ്യോഗസ്ഥന് ലഭിച്ചിട്ടുണ്ട്. ഗർഭചിത്രം നടത്തിയെന്ന് ആരോപണം ഉന്നയിച്ച യുവതിയുടെ അടക്കം മൊഴി രേഖപ്പെടുത്താൻ ക്രൈംബ്രാഞ്ച് നീക്കം നടത്തുന്നുണ്ട്. ഇതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ വിക്കിപീഡിയ പേജ് അജ്ഞാതർ എഡിറ്റ് ചെയ്തു. മോശം പദപ്രയോഗങ്ങളുടെ പേരിൽ കൂട്ടിച്ചേർത്തിരിക്കുകയാണ്. അടുത്തിടെ നടന്ന വിവാദങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് വിക്കിപീഡിയ പേജിൽ കൂട്ടിച്ചേർത്തിരിക്കുന്നത്. വിക്കിപീഡിയ സ്വതന്ത്ര വിജ്ഞാനകോശമായതുകൊണ്ട് ആർക്കും എപ്പോൾ വേണമെങ്കിലും ഇത് എഡിറ്റ് ചെയ്യാനും സാധിക്കും. അതിനാൽ തന്നെ ഇത് പൂർണ്ണമായും ശരിയല്ല. ഓരോ ഭാഷയിലെയും എഡിറ്റർമാരാണ് ഇത് സംബന്ധിച്ച നിയമങ്ങൾ തീരുമാനിക്കാറുള്ളത്. ചില ഭാഷകളിൽ ലോഗിൻ ചെയ്താൽ മാത്രമേ എഡിറ്റ് ചെയ്യാനാകൂ. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ പൂർണ്ണമായ നിശബ്ദതയിലാണ് UDF. ഇന്നലെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ നടത്തിയ പത്രസമ്മേളനത്തിൽ ഉൾപ്പെടെ രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ചുള്ള പരാമർശങ്ങൾ ഉണ്ടായപ്പോൾ ആ വിഷയം നമ്മൾ സംസാരിച്ചു തീർത്തതാണ്, പാർട്ടി നിലപാടെടുത്തതാണെന്ന് പറഞ്ഞ് വിഷയത്തെ ചർച്ച ചെയ്യാതെ ഒഴിവാക്കുകയായിരുന്നു അദ്ദേഹം. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം പതുക്കെ തണുക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അതേസമയം കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ യൂത്ത് കോൺഗ്രസ് നേതാവിനെ പോലീസ് അതിക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റുമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ കൂടിയായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ പ്രതികരണം വന്നിരുന്നു. സുജിത്തിനെ മർദ്ദിച്ച് അവശനാക്കിയ ശേഷം കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിച്ചെന്ന് രാഹുൽ ആരോപിച്ചു. നീണ്ട 2 വർഷത്തെ പോരാട്ടത്തിന്റെ ഭാഗമായാണ് ദൃശ്യങ്ങൾ പുറത്തു വന്നതെന്നും രാഹുൽ പറയുന്നുണ്ട്. തനിക്കു നേരെ ഉയർന്ന ആരോപണങ്ങൾക്ക് ശേഷം ആദ്യമായാണ് ഒരു വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രതികരണം വരുന്നത്.